നാട്ടിലെത്തി അമലയുടെ വീട്ടിൽ 2-ാം ദിവസം രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി തോടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള തോടും പാടവും, രാവിലെ തന്നെ പോസിറ്റീവ് എനർജി കിട്ടാൻ പറ്റിയ സ്ഥലം. വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ പോയി. എന്നാളി ഞാനിങ്ങൊന്നും മാറിയപ്പോഴത്തേക്ക് നിങ്ങളൊന്നും പ്രകൃതിയെ സ്നേഹിക്കുന്നുമില്ല, സംരക്ഷിക്കുന്നുമില്ല. എന്താളി അങ്ങനെയൊക്കെ അല്ലേ മോനെ? ഞാനൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. പേരൊക്കെ ഉണ്ടോ അതിനകത്ത്? വന്നിട്ട് പേരൊക്കെ കഴിച്ചില്ല. ബാ പോയി നോക്കാം. പണ്ട് മറിഞ്ഞൊക്കെ പറക്കാറ്. അത് ശരി. ഏതായാലും നീ അറിയല്ലേ, എടുക്കാമോടാ. എടാ താഴെ കിടപ്പുണ്ടോ? എറിയടാ, എറിയ എടുത്ത ഞാൻ കഴിക്കാം. ഞാൻ കഴിച്ചോളാം. പച്ചയാ ഇത് മൂത്ത് തുടങ്ങി. ഇവിടെ വന്നിട്ട് ഈ വെള്ളത്തിൻ്റെയും കിളികളുടെയും ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കണം. നല്ലൊരു വൈബാണ്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലേക്ക് ഇവിടുന്ന് അധികമൊന്നും ദൂരമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളുമുണ്ട്. തന്നെയല്ല, ദേശാടന കിളികൾ വരെ ഇഷ്ടം പോലെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ് കൾച്ചറത്തോട്. ഇവിടെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു അന്നത്തെ ആ ഒരു കാലം. അന്ന് ഞാനും ജേക്കബും ബേസിലും കൂടി ഇവിടെ കുറേ ഫിഷിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കുക്കിംഗ് വീഡിയോകൾ, ഞണ്ട് പിടുത്തം എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോകളും ഇവിടെ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ എല്ലാം പുറകെ മിക്കവാറും ഈ 2 എണ്ണങ്ങളും ഉണ്ടാവും. അതാണ് അവർക്ക് ഇവിടെയുള്ള ഓർമ്മകൾ. നുന്നുവിന് പ്രത്യേകിച്ചും ഇപ്പോൾ ഇവിടുന്ന് കയറണമെന്ന് പോലുമില്ല. പിന്നെ വേറെ ഒന്നും എടുത്ത് പറയേണ്ടത് വാച്ചാല് വെട്ടിയതാണ്. വാച്ചാല് വെട്ടി മീൻ പിടിക്കുക, അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. വാച്ചാല് വെട്ടി മീൻ പിടിക്കുക, ഞാൻ അതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള ഒരു മീൻപിടുത്തം. അതങ്ങനെ ഈ തോടിൻ്റെ മോൾ ഭാഗത്ത് ജയമോ ചേട്ടൻ്റെ വീടിന് താഴ്ഭാഗത്തായിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ കിട്ടുന്ന മീനെല്ലാം കൊണ്ടുവന്ന് ഈ പാടത്തിൻ്റെ സൈഡിലിട്ട് വറക്കും. നല്ല കപ്പ ചുട്ടതും കൂട്ടി കഴിക്കും. അതൊക്കെ ഒരു വല്ലാത്ത ഓർമ്മകളാണ്. അതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കയറി കാണാം. പഴയ വീഡിയോകൾ സെർച്ച് ചെയ്താൽ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ കോട്ടപ്പടി സ്കൂൾ കവലയിലുള്ള അപ്പയുടെ കടയിൽ പോയി. അത് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പായിയുടെ ബൈക്ക്, ചാച്ച ബൈക്ക്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് കണ്ണി കണ്ടതെല്ലാം വേണം. അത് കാരണം നമ്മൾ തൊട്ടടുത്തുള്ള ഫാൻസി സ്റ്റോറിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് തൃപ്തിപ്പെടുത്തി നമ്മൾ ഒരു വിധത്തിൽ തിരിച്ചു കൊണ്ടുവന്നു. ഫിഷിംഗ് വേണോ? കിക്കിന് ഫിഷിംഗ് വേണോ? നീ ഡോക്ടർ സെറ്റ് കളിക്കണ്ടേ? ഇല്ല. മാമേ, ഓയ് ചെവിയൊക്കെ പയ്യായി. മാമേ, മനസ്സിലായില്ല. ഇന്നലെ കണ്ടില്ല നമ്മള്. മൊത്തറില്ലേ പോയോ? ഞങ്ങള് പുറത്ത് ചിറ്റാൻ പോയി. അങ്ങോട്ട് വന്നില്ലേ? അങ്ങോട്ട് വന്നില്ലേ? വന്നേ എനിക്ക് അവിടെ വെച്ചേ. എന്നാ വെക്കണ്ടേ? എന്നാ വെക്കാനാ? ഒന്നുമില്ല. ഇതാ കുപ്പിയാണോ?
കുപ്പിയാണോ? ഏ? ഇപ്പൊ കഴിക്കുവോ? പിള്ളേരെ ആരെങ്കിലും ഒക്കെ വരുമ്പോ കൊണ്ടുവരും. ആണോ? പിള്ളേര് പോയേക്കണ പിള്ളേരെ ഞങ്ങളെ കാണണം എന്ന് ആഗ്രഹം ഇല്ല അല്ലേ? കുപ്പി കിട്ടണമെന്ന് ആഗ്രഹമുള്ളൂ അല്ലേ? ഒരു സ്നേഹമല്ലല്ലോ. എന്നാ പൊക്കോട്ടെ. ടാറ്റ. എന്നാ ശരി എന്നാ. ഈ കാറ് നിർത്തേക്കണേ ആരാ ആരാന്നോ? അറിയാമോ? ആ ഇനി എപ്പഴാ അങ്ങോട്ട് പോലെ? നാളെ. എന്നാ പോവാ. പറ്റിയില്ലാണ്ടായി. ഇനി നമ്മൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഒന്ന് പോവുകയാണ്. ഇപ്പം നമ്മൾ ആദ്യം വന്നിരിക്കുന്ന മോഞ്ചേൻ്റെ വീടാണ്, അതായത് നമ്മുടെ ബേസിലിൻ്റെ വീട്ടിൽ. ആന്റി ഓപ്പൺ ചെയ്തു. ആത്മാവ്. അതെ, സോൾ എന്നുള്ള മീനിങ് ആണ്. വെറൈറ്റി ആണല്ലോ. ഇതാണ് ബേസിലിൻ്റെ സിസ്റ്റർ, ചിഞ്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഞങ്ങൾ ഭയങ്കര ബാല്യകാല സുഹൃത്തുക്കളായിരുന്നേ. ഇതാടാ ഈ പെണ്ണാടാ, ഇതാടാ ഇതോ ഇതോ. അതെ, അടിയായി. ഇന്നിവിടെ എന്ത് സംഭവിക്കാം? മാറി ശല്യപ്പെടുത്തല്ലേ. ആരെങ്കിലും വെള്ളം കുടിക്കാൻ? ആരെങ്കിലും വെള്ളം? ഞങ്ങള് നാടനാ, അതുകൊണ്ടാ. ചിഞ്ചുവിന് 2 കുട്ടികൾ, അവർ ട്വിൻസാണ്. നുന്നുനും കിക്കുനും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്, അവരുടെ കൂടെ കളിക്കാൻ. അതുപോലെ തന്നെയാണ് തിരിച്ച് അവർക്കും. ഓടി വരുന്നോണ്ട് എന്തോ ഭൂർശ്വാസികൾ തക്കം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്തോ ചാടിയത് പോയി. അവള് വിട്ടുകൊടുക്കുകയില്ല. പിന്നെ വരാട്ടോ. എന്നാ അങ്ങോട്ട് പോരെ. വാ വാ, അതൊക്കെ അഴിച്ചു കളയാൻ. അപ്പുറേന്ന് ഒരാള് ചെടിയും പറിക്കണ്ടേ. പിള്ളേര്. ഇത് ലീൽ ചേച്ചിയുടെ കുട്ടമ്പഞ്ചേൻ്റെ വീട്. ഇവിടെ ഉണ്ട് 2 പിള്ളേര്. ഇപ്പോൾ നുന്നൂനും കെക്കൂനും എൻ്റെ വീട്ടിൽ വന്ന് കളിക്കാൻ വേണ്ട കൂട്ടുകാരായി. ഇവിടെ വന്നപ്പോൾ പിള്ളേർക്കൊരു ഫിഷിംഗ് നെറ്റ് കിട്ടി. ഇവർക്കാണെങ്കിൽ മീൻ പിടിക്കുന്ന ചിന്തയുള്ളൂ എപ്പോഴും. ഇനി അതുകൊണ്ട് തോട്ടിലൊന്ന് പോയി നോക്കാം. കുറേ നേരം നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. ഇനി നാളെ ഉറപ്പായിട്ട് മീൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ തിരിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞില്ലേ എന്റെ കണ്ണി അകല. അതാണ് കിട്ടാത്തതിന്റെ കാരണം. നീ രക്ഷപ്പെട്ടാ, ആ പേരില് നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നാണകടായിപ്പോ.